അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധ അറഫ മൈതാനിയിലാണ്. ഞാൻ എൻ്റെ ഉംറ ടീമുമായി അറഫ മൈതാനിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് അറഫ മൈതാനം. പഴയ കാലത്ത് ഇതൊരു മൈതാനമായിരുന്നു. ഇന്നിവിടെയൊക്കെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഹാജിമാർക്ക് തണൽ കിട്ടാൻ വേണ്ടി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച്, പിന്നെ കൃത്രിമ മഴ കാണുന്നുണ്ട്. ചെറിയ ചെറിയ ഫില്ലർ പോലത്തെ ഒരു സാധനം അതാ കാണുന്ന സൈഡിൽ കാണുന്ന പൈപ്പിലൂടെയൊക്കെ കൃത്രിമ മഴയൊക്കെ ഉണ്ടാക്കും ഈ അറഫ സമയത്ത്. ഇപ്പോൾ അൽഹംദുലില്ലാ പഴയ പോലൊന്നുമല്ല, നല്ല സൗകര്യമാണ്. പഴയ കാലത്ത് പോലൊന്നുമല്ല. ടെൻറ്റൊക്കെ കെട്ടി നല്ലൊരു ടെൻറ്റ് ഉണ്ടാവും എല്ലാ ഹാജിമാർക്ക് ഇരിക്കാനും. പഴയ കാലത്താണെങ്കിൽ ഇതൊരു മൈതാനമായിരുന്നു. ഇപ്പോൾ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നീങ്ങുന്നത് അറഫ മൈതാനിയിൽ വെച്ച് ഇതിന് മധ്യേ ഒരു ചെറിയൊരു പർവ്വതമുണ്ട്, ജബൽ റഹ്മ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ സ്ഥലം. ആ സ്ഥലത്തേക്കാണ് ഞാൻ എൻ്റെ ഗ്രൂപ്പുമായി നീങ്ങുന്നത്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ വെച്ച് പുണ്യകർമ്മമായ അൽ ഹജ്ജു അറഫ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അൽ ഹജ്ജു അറഫ. അറഫ ഉണ്ടെങ്കിൽ, അറഫയിൽ ഒരുത്തൻ നിന്നാൽ അവന് ഹജ്ജ് കിട്ടി. കാരണം ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാനാണെങ്കിൽ പ്രത്യേകം സമയമൊന്നും വേണ്ട, പ്രത്യേക മാസം വേണ്ട, പ്രത്യേക ദിവസം വേണ്ട. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ രണ്ടാമത്തെ ഫറളാണ് അറഫ. ഒരാൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്താൽ അവൻ ദുൽഹജ്ജ് 9 ദിവസം ളുഹറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിൽ അല്പസമയം ഈ അറഫ മൈതാനിൽ നിന്നാൽ അവനക്ക് ഹജ്ജ് കിട്ടി. ബാക്കിയുള്ള കർമ്മങ്ങൾ അതിനുശേഷമുള്ള തവാഫാണെങ്കിലും സഅയ് ആണെങ്കിലും അവന് സൗകര്യം പോലെ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കർമ്മങ്ങളിൽ കല്ലെറിയലോ മുസ്ദലിഫിൽ രാപ്പാർക്കലോ അതുപോലത്തെ കർമ്മങ്ങൾ ചെയ്യാതെ വന്നാൽ അവന് ഫിദിയ കൊടുത്തുകൊണ്ടും അറുത്ത് കൊടുത്തുകൊണ്ടും അവനക്ക് അത് പരിഹരിക്കാം. പക്ഷേ അറഫയിൽ നിന്നാൽ, അറഫ ഇതാണ് ഈ കാണുന്നത്, ഞാൻ പറഞ്ഞ ജബൽ റഹ്മ എന്ന പർവ്വതം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദായിൽ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ സ്ഥലം. അത് ഏത് സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിക്കുമെന്ന് വ്യക്തമല്ല ആരും. ചില ആൾക്കാർ മേലെ പറയുന്നു, ചില ആൾക്കാർ താഴെന്ന് പറയുന്നു. അതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. പക്ഷേ ഈ പർവ്വതത്തിൻ്റെ മേലെ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചത്. അങ്ങനെ ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഹജ്ജിൻ്റെ അറഫയിൽ നിൽക്കൽ, അതുപോലെ തന്നെ മുസ്ദലിഫ രാപ്പാർക്കൽ, മീനയിൽ പാർക്കൽ, ഇതൊക്കെ ചെയ്തില്ല എങ്കിലും ഫിദിയ അറുത്ത് കൊടുത്തത് കൊണ്ട് അത് പരിഹരിക്കും. പക്ഷെ അറഫയിൽ നിൽക്കൽ ഹജ്ജിൻ്റെ രണ്ടാമത്തെ ഫർളിൽപ്പെട്ടതാണ്. അപ്പോൾ അറഫയിൽ നിൽക്കൽ ഹജ്ജിൻ്റെ രണ്ടാമത്തെ ഫർളിൽപ്പെട്ടാണ്. അറഫ കിട്ടിയാലേ ഒരുത്തിന് ഹജ്ജ് കിട്ടും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അൽ ഹജ്ജ് അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ടീമുമായി ഞാൻ ഈ ജബൽ റഹ്മയുടെ മേലെ കയറുകയാണ്. എൻ്റെ ബാക്കിലൂടെ എൻ്റെ ആൾക്കാരും എൻ്റെ കൂടെ വന്ന ഹാജിമാരൊക്കെ എൻ്റെ ബാക്കിലും മുന്നിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആയത്തിൽ ഇസ്ലാം മതം പൂർത്തിയായി എന്നൊരു ആയത്ത് ഇറങ്ങിയതും ഇവിടെ വെച്ചായിരുന്നു. ഖുർആനിൻ്റെ ആയത്തിൽ അവസാന ആയത്തിന് തൊട്ട് മുമ്പ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും അത്മംതു അലൈക്കും റളീതും അങ്ങനെ തുടങ്ങിയ ആയത്ത് ഇറങ്ങിയതും ഈ പർവ്വതത്തിൽ ഇവിടെ വെച്ചായിരുന്നു എന്നാണ്. ഹജ്ജിൻ്റെ ഈ ഹജ്ജത്തുൽ വദായിലായിരുന്നു ഇസ്ലാം മതം പൂർത്തിയായി ഉള്ളൊരു സന്തോഷ വാർത്ത സഹാബികൾ മൊത്തം സന്തോഷിച്ചത്. സഹാബിമാർ ഈ ആയത്തിറങ്ങിയ സമയത്താണ് എല്ലാവരും സന്തോഷിച്ചത്. കാരണം ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് ഇത്ര വർഷക്കാലം, 23 വർഷക്കാലമായി ഈ ഇസ്ലാമിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു. സ്വന്തം ഭാര്യയെയും മക്കളെയും സന്താനങ്ങളെയും
ഉപേക്ഷിച്ചുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹിജ്റ പോയി. ഇങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചും കൊണ്ട് ഈ ഇസ്ലാം മതം പൂർത്തിയാക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട സഹാബിമാർ, അവരൊക്കെ വളരെ സന്തോഷകരമായിരുന്നു ഈ ആയത്തിറങ്ങിയ സമയത്ത്. മഹാനായ ഈ ആയത്ത് കേട്ടതിന് ശേഷം അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരുന്നത് ആ ഭാഗത്തേക്ക് ഇസ്ലാം പ്രചോദനവുമായി സഹാബിമാർ പോയി. ഈ കാണുന്ന സ്തൂപം കാണുന്നുണ്ടല്ലേ, നിങ്ങൾക്കിപ്പോൾ അടുത്ത് ഇത് ജബൽ റഹ്മയുടെ മേലേക്ക് എത്തി. ഞാനിപ്പോൾ ഇതിന് മേലൊരു സ്തൂപം ഉണ്ടാവും. ഈ സ്തൂപത്തിൽ ചില നാട്ടുകാർ വന്ന് എന്തെല്ലാം എഴുതുന്നുണ്ട്. പക്ഷെ അവർ എന്ത് വിശ്വാസമാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ മേലെ എഴുതും, മറ്റൊന്ന് ഫോട്ടോ എടുക്കും, പിന്നെ എന്തോ ആയത്ത് എഴുതിക്കൊണ്ട് അതിനെ പിന്നിൽ വെച്ചുകൊണ്ടൊരു ഫോട്ടോ എടുക്കും. അതൊക്കെ ആ സ്തൂപത്തിലൊന്നും പ്രത്യേക ചരിത്രമൊന്നുമില്ല, സ്തൂപത്തിന് പ്രത്യേക തെളിവും ഒന്നുമില്ല. പിൽക്കാലത്ത് നിർമ്മിച്ചൊരു സ്തൂപം മാത്രമാണ്. നമ്മളെ കൂട്ടത്തിൽ വന്ന, നമ്മളെ കേരളത്തിൽ വന്ന ചില ആൾക്കാർ അറിയാതെ അതിനെ തൊട്ടുമുത്താറൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ഇനി നാം തിരിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ പരിശുദ്ധ മണ്ണ് ചവിട്ടാനും പരിശുദ്ധ ഹജ്ജിനായി ഈ മണ്ണിൽ വരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ അടുത്ത യാത്രയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലൂടെ അടുത്ത യാത്ര. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.